ഹലോ ഗൈസ് വെൽക്കം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ, ഇഫ്താർ വ്ളോഗാണ്. നമ്മുടെ വീട്ടിൽ നോമ്പുറയാണ് കേട്ടോ ഇന്ന്. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ കേട്ടോ ജസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ കുറച്ച് സവാളയും വെളുത്തുള്ളിയൊക്കെ തൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ചെറിയുള്ളി നന്നാക്കണം. ബീഫ് കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ ചിക്കൻ കറിയും വെക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉള്ളിയൊക്കെ എടുത്തിട്ട് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനായിട്ട് പത്തിരി വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പത്തിരി എന്തായാലും വാങ്ങിക്കണം. അപ്പോൾ അതിനൊപ്പം കറിയായിട്ട് ചിക്കൻ കറിയും ബീഫ് കറിയാണ് കേട്ടോ വെക്കണേ. അപ്പോൾ രണ്ടിനും വേണ്ടിയിട്ടുള്ള സവാളയും അതേപോലെ തന്നെ ഉള്ളിയും ചെറിയുള്ളിയൊക്കെ രാവിലെ തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ബീഫ് കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇത് ഗ്രീൻ പീസ് നമ്മൾ സമൂസക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പൊട്ടറ്റോയും വേറെ സെപ്പറേറ്റ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചിക്കൻ കഴുകി ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജ്യൂസ് അടിക്കാനുള്ള മുന്തിരി നല്ല രീതിയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് നേരം കണ്ട് അത് കഴുകിയെടുത്ത് തിളപ്പിച്ചാൽ മതിയല്ലോ. പിന്നെ അതേപോലെ തന്നെ ചിക്കനൊക്കെ കഴുകി എടുത്തിട്ട് പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ട്, അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ ഒരിടപ്പത്ത് ഞാൻ ബീഫിനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബീഫിൻ്റെ സവാളൊക്കെ നല്ല രീതിയിൽ വാടിയൊക്കെ വന്നതിന് ശേഷം മസാലയൊക്കെ ഇട്ടിട്ട് ബീഫ് കറി ഞാൻ കുക്കറിലേക്ക് ഇട്ട് വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ സെയിം പാനിൽ തന്നെ ഞാൻ ചിക്കന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടി ആഡ് ചെയ്തിട്ട് അത് ഇനി വാട്ടാൻ വേണ്ടി വെച്ചേക്കാം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തൊട്ടപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കിച്ചണിൽ ഈ പണികളൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇതൊക്കെ അതേ പുറത്തെ പണിയിലാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് പെബിൾസ് നമുക്ക് നേരത്തെ ബാക്കി വന്നിട്ടുണ്ടായി. നമ്മൾ പാത്ത് വേ സെറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവിടെ കൂടുന്നത് ഈ കലാത്തിയ ലൂട്ടിയൊക്കെ കൊടുന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ അത് വാഷൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നോക്കിക്കൊണ്ടിരുന്ന തന്നെ എൻ്റെ സമയം പോകും. അതുകൊണ്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് പോയിട്ടോ. അപ്പോൾ മുന്തിരി ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഉപ്പിട്ടൊക്കെ വെച്ച മുന്തിരി ഒന്ന് കഴുകിയൊക്കെ എടുത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചായിരുന്നു കേട്ടോ. മുന്തിരി തിളപ്പിക്കാൻ വെക്കാൻ കൂട്ടത്തിൽ തന്നെ ഞാൻ 2-3 ഏലക്ക ചതച്ചിട്ട് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ട്, അപ്പോൾ നമുക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് കറി ഇവിടെ സൂപ്പറായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ കറി അത്ര നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയുടെ സവാളയൊക്കെ ഏകദേശം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ട് വെക്കാമെന്നാണ് ഓർത്തത്. പത്തിരിക്ക് ചാറ് വേണ്ടി വരുമല്ലോ എല്ലാവർക്കും, അതുകൊണ്ട് തേങ്ങ വറുത്തരച്ചിട്ടാണ് ഞാൻ ചിക്കൻ കറി വെക്കുന്നത്. പിന്നെ അതിനകത്ത് സമൂസക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാള നേരത്തെ ഞാൻ സവാള വാട്ടി വെച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഞാൻ അത് വാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ചട്ടിയിലോട്ട് ഇട്ടിട്ട് അത് കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ അതേ പീസ് നേരത്തെ വേവിച്ച് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതേ പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചിക്കൻ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സമൂസയുടെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്സ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സമൂസ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞിട്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. പിന്നെ അതേപോലെ തന്നെ കട്ട്ലേറ്റ് ഇനി വാങ്ങിക്കാനായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമ്മുടെ കിച്ചൺ ആകെ അലങ്കോലമായിട്ടുണ്ട്. കാരണം ഓരോന്ന് വെച്ച് ചെയ്തതിൻ്റെ കറികളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ അങ്ങനെ ഓരോന്നിൻ്റെ പാത്രങ്ങൾ നമ്മൾ അപ്പപ്പെടുക്കുന്നതൊക്കെ ആയിട്ടും കിച്ചൺ മൊത്തം സിങ്ക് നിറഞ്ഞിരിക്കുകയുണ്ട്. അപ്പോഴത്തേക്കും ഉമ്മച്ചി വന്നിട്ടുണ്ടായി. ഉമ്മച്ചി വന്നിട്ട് പിന്നെ അതേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് തരി കാച്ചാനുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി തരിയൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ സമൂസ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സർബത്ത് ഉണ്ടാക്കുന്ന ഡ്യൂട്ടി തേക്കിയാക്കാനെ കൈയോടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തേക്കിയാക്കതേ സർബത്ത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഹെസതേ ഓരോന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടീസ് സംഘം എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടീസ് എല്ലാവരും ഇവിടെ നോമ്പ് തുറക്കാനായിട്ട് അവരെ പിരിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് കുട്ടീസിന് എല്ലാവർക്കും നോമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ പിള്ളേർക്ക് മാത്രമേ ഉണ്ടാവാതിരുന്നുള്ളൂ. എന്തായാലും സ്കൂളിലാത്ത ഡേ ആയതുകൊണ്ട് എല്ലാവരും നോമ്പും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ടൈമൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ നമ്മൾ ഓരോന്നും ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി കൊണ്ടുപോയി ടേബിളിൽ വെക്കണം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ ഇനിയുള്ളത്. ചിക്കൻ ഞങ്ങൾക്ക് ആർക്കും വേറെ ഒന്നുമില്ല. അങ്ങനെ അൽഹംദുലില്ലാ അത് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതെല്ലാം നമ്മൾ ടേബിളിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കുട്ടീസിനൊക്കെ വേറെ സെക്ഷനിലും അതേപോലെ തന്നെ വലിയൊരു വേറെ സെക്ഷനിലൊക്കെ ആയിട്ടാണ് ഇരുന്നത്. പക്ഷേ എല്ലാവരും കൂടി ഉള്ളതും കൂടി നമുക്ക് എല്ലാം വേഗത കറക്റ്റ് ടൈം ആയപ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പ് തുറക്കാനായിട്ട് അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉമ്മച്ചിയും പാപ്പച്ചിയും പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ ബ്രദറും വൈഫും കുട്ടീസും അതേപോലെ തന്നെ പിന്നെ കൊച്ചാപ്പാടം മൂത്താപ്പാടയൊക്കെ മക്കളും അങ്ങനെ കുട്ടീസൊക്കെ ആയിട്ടും പിന്നെ അതേപോലെ തന്നെ വെല്ലുമ്മ ഇത്ര പേരൊക്കെ ആയിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട് മാറിയിട്ടുള്ളത്, അതായത് പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷമുള്ള ഒരു റമദാനാണ് ഫസ്റ്റത്തെയാണ്. ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റത്തെ റമദാനാണ്. അപ്പോൾ ഫസ്റ്റത്തെ റമദാൻ അതായത് നോമ്പിൻ്റെ ആദ്യത്തെ ഒരു നോമ്പുറയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വീഡിയോസും അതായത് വീട്ടിലേക്ക് വന്നിട്ടുള്ള ഓരോ വീഡിയോസിനും അതേപോലെ ലോങ് വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വ്ളോഗ് എന്നതിലുപരി നമുക്കൊരു ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ
കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറന്നു. അൽഹംദുലില്ലാ. അതേ കുട്ടീസ് ഇവിടെ നോമ്പൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ. ഇവരാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്നേ കൊണ്ട് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവർക്കും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ ഇവനിക്ക് വേറൊരു നോമ്പ് തുറ ഉണ്ടായിരുന്നു, കൊച്ചാപ്പാടെ മോനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അവനിക്കത് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ അവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജ്യൂസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ കുട്ടീസിന് നോമ്പ് തുറയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതേ പത്തിരി കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിട്ട്. അപ്പോൾ നമുക്ക് പത്തിരിയും ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരൊക്കെ കഴിച്ചതിന് പിന്നെ കുറേ നേരം കഴിഞ്ഞ് പിന്നെ നമ്മളും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ട്. അപ്പോൾ ആദ്യം ആണുങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ശേഷം പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ പരിപാടിയെല്ലാം നല്ല ഭംഗിയായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ടോ ഈ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്തിരിക്ക് ചെറിയ രീതിയിൽ പുളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കിച്ചണിൽ പോയിട്ട് ഉപ്പും മുളകൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഉപ്പും മുളക് ഇട്ട് തിന്നണതാണ് കേട്ടോ. അപ്പോൾ സനായാണ് ഇതിൻ്റെ മെയിൻ ആൾ. സനായാണ് ഇത് കാണിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാനായിട്ട്. പുളി ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും ഒരു ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്തിരി മാത്രമല്ല കേട്ടോ അവർ കഴിക്കുന്നത്, അതിൻ്റെ കൂടുതൽ ജെംസ് ഇരിപ്പുണ്ടായി. ജെംസ് എന്തൊക്കെയോ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല കഴിക്കുന്നുണ്ട് അവർ ഡെയിലി. അപ്പോൾ അതേ മുന്തിരി കണ്ടതുകൂടി പിന്നെ ആർക്കും ജെംസ് വേണ്ടാണ്ട് അവിടെ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെ നോമ്പുറയൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ നോമ്പുറയുടെ ഒരു കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ. എന്നിട്ട് എന്താണ് കഴിച്ചത്? തണുത്ത വെള്ളം ഡോക്ടറിൻ്റെ അടുത്ത് പറയാം. അതാണൊന്നും വരുന്നിട്ടാ. അപ്പൊ ഗൈസ് നമ്മുടെ നോമ്പുറയുടെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ.